പ്രിയമുള്ളവരെ, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് തീരെ ചൊല്ലാതെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് തൊട്ട് അശ്രദ്ധനായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു. തങ്ങളെ കണ്ടപ്പോൾ വല്ലാത്ത ആവേശത്തോടുകൂടെ തങ്ങൾ അരികിലേക്ക് പോകുമ്പോൾ തങ്ങൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല, തെറിഞ്ഞു നോക്കുന്നില്ല. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയെ, എന്നെ നിങ്ങൾ നോക്കുന്നില്ലല്ലോ നബിയെ, എന്നെ നിങ്ങൾക്കറിയില്ല നബിയെ, ഞാൻ അങ്ങയുടെ ഉമ്മത്തിയല്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെ അറിയില്ല എന്ന്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തികളെ ബാപ്പന്മാർ മക്കളറിയും പോലെ അത്രയും വ്യക്തമായി അറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഉലമാ പറഞ്ഞത് ശരിയാണ്, പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എന്നെ നീ ഓർക്കുന്നില്ല, നീ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ അറിയുന്നില്ല. എൻ്റെ പേരിൽ എത്ര കണ്ട് നീ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അത്ര കണ്ട് എനിക്ക് നിന്നെ ഓർക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നെറ്റി ഉണർന്നു. അദ്ദേഹം തന്നെ സ്വന്തം നിർബന്ധമാക്കി, ഞാൻ ഒരു ദിവസത്തിൽ 100 സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പേരിൽ ചൊല്ലുന്നു. അങ്ങനെ തുടങ്ങി കുറേ ദിവസമായി നിരന്തരമായി സ്വലാത്ത് ചൊല്ലി ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും സ്വപ്നത്തിൽ കണ്ടു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ശരിക്കും നിന്നെ അറിയുന്നുണ്ട്, എൻ്റെ ഷഫാത്ത് നിനക്കുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന നല്ലവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ.